സ്റ്റെപ്പ് കണ്ട നേരം അങ്ങ് കാർട്ടൂൺ കാണല ചെറുക്കനെ. ഇന്ദുവച്ചിയെ രാവിലെ തന്നെ നിങ്ങൾ ആ കെട്ടിയവരെ എടുത്തിട്ട് അങ്ങ് തല്ലുവാന്നോ? അയ്യോ, ഞാൻ കെട്ടിയവനെ തല്ലിയൊന്നും അല്ലേ, മോത്ത് ഇച്ചിരി പൗഡർ ഇട്ടതാണേ. ഓ, വിശ്വസിച്ച്. ഈ പറഞ്ഞ നിങ്ങൾ തന്നെ അല്ലയോ കഴിഞ്ഞ ദിവസം അങ്ങേരെ മുഖത്ത് തിളച്ച വെള്ളം കോരി ഒഴിച്ചിട്ട് ഫേഷ്യൽ ചെയ്തെന്ന് പറഞ്ഞത്? എടി, നീ നിന്റെ കെട്ടിയവന്റെ കാര്യം നോക്കടി. ഇതെന്താണ് ഇങ്ങോട്ട് നോക്കുന്നത്? അയ്യേ, അതൊക്കെ ഇവിടെ ആര് നോക്കണ്? അല്ലടേ, നീ വരുന്നില്ലയോ ഉത്സവത്തിന് താലം എടുക്കാന്? അയ്യോ ചേച്ചി, എനിക്ക് വെടിക്കെട്ട് പേടിയാ. വെടിക്കെട്ട് ഡാൻസ്, വെടിക്കെട്ട് ഗാനമേള എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വെടിക്കെട്ട് പേടി ഇത് ആദ്യമായിട്ട് കേൾക്കുക. ഇതുമായാലും ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും. വരുന്നെങ്കിൽ വാ, അല്ലെങ്കിൽ നീ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ആര് നോക്കിക്കൊണ്ട് അങ്ങോട്ട് നിൽക്ക്. ശരി ശരി. അയ്യോ, എന്തൊരു കഷ്ടമാന്ന് പറ. എപ്പോ പോയത് അങ്ങേര് ഇച്ചിരി മുല്ലപ്പൂ മേടിച്ചോണ്ട് വന്നിട്ട് ഈ സാരി കൊടുത്ത് എനിക്ക് താലം എടുക്കാന്. നമ്മള് സാധാരണക്കാർക്ക് ഒരു ഉത്സവം അല്ലേ ഒരു ഓണമൊക്കെ വരുമ്പോഴല്ലേ നല്ലപോലെ ഒരുങ്ങാൻ പറ്റത്തുള്ളൂ. എന്തോ ചെയ്യാനിത്, എങ്ങോട്ട് പോയത്? എന്തോ അത് ചേരാൻ വേണ്ടല്ല. ഞാൻ ഹിന്ദുന്ന് വിളിച്ചപ്പോ ഏമ്പക്കം കൂടെ വന്നതാ. നിങ്ങൾ എപ്പോ പോയതാ ഇവിടുന്ന്? ഇത്ര നേരം നിങ്ങൾ എവിടായിരുന്നു? ഞാൻ അവിടെ എല്ലാം ചെന്ന് പൂക്കട നോക്കി മേളത്തിന്റെ കൂടെ അങ്ങ് ചേർന്ന് അല്ലെന്ന് പൂക്കട നോക്കി കൊറേ അലഞ്ഞ് ഞാൻ പിന്നെ 1.5 കിലോമീറ്റർ ദൂരെ പോയാ സംഘടിപ്പിച്ചത്. എന്തുവായാലും കുറെ നേരമായിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുക. ഒന്ന് വെച്ചേന്ന്. മീനെ നീ ആദ്യമായിട്ട് കാണുമല്ലേ? എനിക്ക് മനസ്സിലായി. മുല്ലപ്പൂ മേടിക്കാൻ പോയ ആളത് എന്തോ മീൻ മേടിച്ചോണ്ട് വന്നേക്കുന്നത്. എടി, ഇന്ന് മുല്ലപ്പൂ അല്ല ഇവിടെ ആവശ്യം, ഈ മീനാ. അതിന് ഞാൻ പകരം വീട്ടാൻ വേണ്ടി വാങ്ങിച്ചതാ. എന്തുമാത്രം കറി ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നെന്ന് അറിയാമോ? നിങ്ങൾക്ക് അപ്പൊ മീൻകറി തന്നെ കൂട്ടണം ഇല്ലയോ? പകരം കൂട്ടാനല്ലെന്ന്, പിന്നെ പകരം വീട്ടാൻ വാങ്ങിച്ച മീനായത്. ഉച്ചയ്ക്ക് ആ സുജയുടെ വീട്ടിൽ പോയിട്ട് ഇച്ചിരി മീൻകറി ചോദിച്ചു, അവള് കൊടുത്തില്ല. അതിന് കൊതിക്കറിവിന് മീൻ മേടിച്ചോണ്ട് വന്നേക്കുവാ. സുജയുടെ മീൻകറിയുടെ കാര്യമാണോ പറഞ്ഞത്? എടി, കഴിഞ്ഞ ഉത്സവത്തിന് നടന്നൊക്കെ നീ മറന്നോ? എന്തുവാ? എടി, കഴിഞ്ഞ ഉത്സവത്തിന് പരിപാടിയെല്ലാം കഴിഞ്ഞപ്പം ഞാനും ആ രാജീവനും കൂടെ അടി ഉണ്ടാക്കിയത് നീ ഓർക്കുന്നില്ലോടി? ആര് പറഞ്ഞു? പരിപാടി കഴിഞ്ഞപ്പോ നിങ്ങൾ ആൾക്കാരെ കിടന്ന് ഉറങ്ങുന്നതാണല്ലോ ഞാൻ കണ്ടത്. അയ്യോ, ഞാൻ കിടന്നുറങ്ങിയതല്ല, പിന്നെ അവൻ എന്നെ അടിച്ചുറക്കിയതില്ല.